ഹലോ ഗൈസ്, ഇനി 1-2 എപ്പിസോഡോടെ നമ്മുടെ മൈ ഡീമൺ ഡ്രാമ ഇതോടെ തീരുകയാണ്. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. സോ ഇപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ജിയോങ്ങും ഡോഹിയുടെ നല്ലതിന് വേണ്ടി അവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനേശ് ഇവൻ പോയതോർത്ത് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ ജിയോങ് തിരിച്ച് അവിടേക്ക് വരുത്തേയില്ല. അങ്ങനെ ജിയോങ് ഇല്ലാതെ ഓരോ ദിവസം ഡോഹിക്ക് അത് നരകത്തിനെ പോലെയാ. കാരണം അവൾ അവനെ ഒത്തിരി മിസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസം അവനെ കാണാതെ അവള് മൊത്തത്തിൽ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുക. അതേസമയം ഇപ്പൊ ജിയോങ്ങിനെ കാണിക്കുകയാണ്. അവനിപ്പോ ഇടയ്ക്കൊക്കെ അവന്റെ വീട്ടിലേക്ക് പോകാറുള്ളു. കാരണം ഇവനെ അന്വേഷിച്ച് ഡോഹി അവിടെ വരുമെന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഒരു ദിവസം ജിയോങ് വീട്ടിലേക്ക് വരുമ്പം പാർക്ക് വിഷമിച്ച് അടുത്തേക്ക് ചെല്ലും. ബോസ്, നിങ്ങൾ എന്തിനാ എന്നെ ബോസ് ആക്കി മാറ്റിയേ? നിങ്ങളപ്പോ തിരിച്ചു വരത്തില്ല? നിങ്ങളുടെ ലൈഫിന് വീണ്ടും എന്തെങ്കിലും ഡേഞ്ചർ ആയോ? നിന്നെ പാർക്ക് വിഷമിക്കുമ്പോഴാണ് അവനും, പാർക്ക് എന്റെ ലൈഫിന് ഡേഞ്ചർ ഒന്നുമില്ല. ഞാനിപ്പോ നിന്നെ ബോസ് ആക്കാൻ കാരണം എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് വേണം. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തിരിച്ചു വന്നോളാം. അതുവരെ എന്റെ സ്ഥാനത്തിരുന്ന് നീ വേണം ഈ കമ്പനി നോക്കിക്കോളാൻ. എന്നിനെ ജിയോങ്ങും പറഞ്ഞിട്ട് പോയതോടെ ഇത് കേട്ട് പാർക്ക് മൊത്തത്തിൽ വിഷമിച്ചിരിക്കും. ജിയോങ് ഇല്ലാതെ ഈ കമ്പനി മൊത്തത്തിൽ ബോറാന്ന് പറഞ്ഞ്. അങ്ങനെ അവന് പോകുന്നതിന് മുമ്പേ അവസാനമായിട്ട് യങ്സിയെ കണ്ട് സംസാരിക്കും. കാരണം അവൾ ഇന്നാണ് ഇവിടെ ഇരുന്ന് പോകുന്നത്. അതിനുശേഷം അവനും അവളായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ജിയോങ്, എന്റെ ലവ് നിനക്കൊരു പോയിസൺ ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയും എനിക്കൊരു ചാൻസ് കിട്ടുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കത്തേ ഉള്ളൂ. എന്റെ ഡിസിഷൻ ഞാൻ ഒരിക്കലും മാറ്റത്തില്ല. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഇവനും ഡോഹിയെ കുറിച്ച് ഓർത്തിട്ട്, അപ്പൊ ഞാനിപ്പോ അവളെ സ്നേഹിച്ചാലും അവസാന പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച പോലെ അവളുടെ ജീവൻ പോകുമെന്ന് പേടിച്ചിട്ട് ഇവനും വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ജിയോങ് പോകുന്നതിന് മുമ്പേ അവൻ പാസ്റ്റ് ലൈഫിൽ ഡോഹിക്ക് ഇട്ടുകൊടുത്ത ആ മാല പാർക്കിന്റെ അടുത്ത് സൂക്ഷിച്ചു വെച്ചോളാൻ പറയും. അങ്ങനെ പാർക്ക് അത് നോക്കിക്കൊണ്ട് ഒരേ ശിവനെ വന്ന പോലെ ആ ഓർമ്മയൊക്കെ ഡോഹിക്ക് വരുമെന്ന് അവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മറ്റേ ഗാങ്സ് ഒക്കെ വരും. ഇത് കണ്ട് പാർക്കും പേടിച്ച് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് അവന്മാർ അടുത്തേക്ക് വരുന്നത്. ഹലോ ബോസ്, എന്തിയെ? അവന്മാരൊക്കെ ചോദിക്കുമ്പം പാർക്കും പേടിച്ചിട്ട്, ബോസ് ഇവിടെ ഇല്ലല്ലോ, ഇവന്മാർ അതറിഞ്ഞ് എന്നെ അടിച്ച് പൊട്ടിക്കുക. അവനും പേടിച്ചിരിക്കുമ്പം ഇവന്മാരും പെട്ടെന്ന് നോട്ടീസ് എടുത്തിട്ട്, മിസ്റ്റർ പാർക്ക്, ബോസിന് പെട്ടെന്ന് വിളി, ഞങ്ങൾ പുതിയതായിട്ട് ബോസ് പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് തുടങ്ങി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പോവാ. ഇവന്മാർ പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് സമാനാവുന്നത്. അപ്പൊ ഇവന്മാർ അടിക്കാനല്ല വന്നേന്ന് പറഞ്ഞ്. അതിനുശേഷം പാർക്ക് ഇവന്മാരോട് സത്യം പറയും ജിയോങ് ഇവിടെ നിന്ന് പോയ കാര്യം. അതോടെ അവന്മാരെല്ലാം കൂടെ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങും. എടാ ബോസ് നമ്മളെ വിട്ട് പോയോ? ഞാൻ ബോസിന് മിസ് ചെയ്യുന്നു. അവന്മാരൊക്കെ വിഷമിച്ചോണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഡോഹി ഒറ്റയ്ക്കായതുകൊണ്ട് സിയോക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവളെ സമാനപ്പെടുത്താൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ടെന്ന് അവളുടെ കൂടെ കഴിക്കും. പക്ഷെ അവൾ ഇവനോട് തുറന്നു പറയത്തില്ല ജിയോങ്ങോട്ടുള്ള പ്രശ്നം എന്തോന്ന്. അതുകൊണ്ട് ഇവനെ ചോദിക്കാൻ പോകത്തില്ല. അതേസമയം തന്നെ പാർക്ക് ഇപ്പൊ ജിയോങ്ങിന് വരും ബോസ് ആയാലും അവന് സമയം കിട്ടുമ്പോഴൊക്കെ സെക്രട്ടറി ഷിനിന് ഫുഡ് എടുത്തോണ്ട് വരും. അങ്ങനെ ഇവരുടെ റൊമാൻറ്റിക് ആയിട്ട് ഒരുമിച്ച് ഇന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ കഴിച്ചിട്ട് സ്റ്റെപ്പ് വഴി നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് പാർക്കും പേടിച്ചിട്ട്, ബൊമാർക്ക് വേറെ സ്ഥലമൊന്നുമില്ല നടക്കാൻ, ലിഫ്റ്റിൽ കയറി പോയാൽ പോരാ. അവനും പേടിച്ച് പെട്ടെന്ന് എവിടെയൊക്കെ ഒളിയണം എന്ന് പറഞ്ഞ് മുകളിലേക്ക് അങ്ങ് പോകും. അതിനെ ശിവമാരുണ്ടേരും എന്തോ ഒരു ഫുഡിന്റെ സ്മെല്ലടിക്കുന്ന പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ സെക്രട്ടറി ഇരുന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണ്ട് ഇവന്മാരും, ഒറ്റയ്ക്ക് കഴിക്കാൻ ഇത്രയും ഫുഡോ, നമുക്കൊരു കൈ ഇട്ടാലോ. അവന്മാരും സെക്രട്ടറിയുടെ ഫുഡിൽ നോട്ടം ഇടും. അങ്ങനെ ഇവന്മാര് കാരണം പാവപ്പെട്ട പാർക്കിന് സമാധാനത്തിൽ ഡേറ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇവന്മാരൊക്കെ കടയും തുറന്നു വെച്ച് ഒരു കസ്റ്റമറെങ്കിലും വരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയാകുമ്പം ഒരേ ഒരു കസ്റ്റമർ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറും. അപ്പനാണ് ഇത് കണ്ട് അവന്മാരെ സന്തോഷത്തി, വെൽക്കം സാർ എന്നിനെ ഗ്രൂപ്പോടെ അവനെ പേടിപ്പിച്ചോടെ അവനെങ്കിൽ പിന്നെ നാളെ വരാന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. ഇതൊക്കെ കണ്ട് അവന്മാരും പുറകെ ചെന്നിട്ട്, സാർ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോ, കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യുക എന്നിന് ഇവന്മാരും പുറകെ പോയി അവനെ പേടിപ്പിക്കും. അങ്ങനെ അതോടെ അവസാനം വരെ ഒരു കസ്റ്റമർ പോലും ഇന്നത്തെ ദിവസം അവർക്ക് വന്നില്ല. ഇതോർത്ത് അവന്മാര് വിഷമിച്ച് ഇനി എങ്ങനെ ബിസിനസ് നോക്കാൻ പോകുന്നെന്ന് മൊത്തത്തിൽ ടെൻഷനായിരിക്കും. അതേസമയം ന്യൂസിനകത്ത് ഇതുവരെ ഡൊക്കിങ്ങിന്റെ അച്ഛന്റെ ബോഡി കിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഇതൊക്കെ ഡൊക്കിങ്ങിന്റെ അമ്മയും കണ്ടിട്ട് പേടിച്ചിരിക്കും. അപ്പൊ അദ്ദേഹം ഇതുവരെ മരിച്ചില്ല എന്ന് പറഞ്ഞ്. കാരണം ആ ബിൽഡിങ്ങിന്റെ താഴെ ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ കണ്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണുന്ന ഡൊക്കിങ്ങിന്റെ അമ്മ പേടിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അമ്മ വിചാരിച്ച പോലെ അയാൾ ജീവനോടുള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷം ഡോഹിയും വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കടന്നുറങ്ങുമ്പോഴാണ് അവൾക്ക് ഫുള്ളും ജിയോങ്ങിന്റെ ഓർമ്മയായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ അവൾ എത്ര മറക്കാൻ നോക്കിയാലും അവനെ മറക്കാനൊക്കത്തേ ഇല്ല. അങ്ങനെ അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവളും വിഷമിച്ച് കടന്നുറങ്ങുമ്പോഴാണ് ഇവൾ ഉറങ്ങിയ അടുത്ത സെക്കൻഡ് തന്നെ ഇവളറിയാതെ ജിയോങ് ഇവളെ കാണാൻ വേണ്ടി വരും. പക്ഷെ പാവം അവൾ മാത്രം ഇവനെ കാണത്തില്ല. ഇവ രാത്രി ഫുള്ളും അവൾക്ക് കൂട്ടിന് അവിടെ ഇരുന്നിട്ട് അടുത്ത ദിവസം ഇവൾ എഴുന്നേക്കുന്ന മുമ്പേ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഡോഹിയും കണ്ണുറന്ന് നോക്കുമ്പോൾ അവൾ ഇന്നലെ രാത്രി സോഫയിലായിരിക്കും കടന്നുറങ്ങിയത്. പക്ഷെ ഇപ്പൊ കണ്ണുറന്ന് നോക്കുമ്പോൾ ബെഡ്റൂമിൽ കാണും. ഇത് കണ്ട് അവൾക്ക് ചെറുതായിട്ട് ഡൗട്ട് ആവും ജിയോങ് ആയിരിക്കും ഇവൾ ഇവിടെ കൊണ്ടുവന്ന് കിടപ്പിച്ചെന്ന്. അങ്ങനെ അതോടെ അവൻ തിരിച്ചൊന്നു പറഞ്ഞ് ഇവള് പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ അങ്ങ് അവൻ കാണത്തില്ല. അതിനുശേഷം ഇവളും കമ്പനിയിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവരുടെ ബിസിനസ് സക്സസ് ആയതിന് രാത്രി ഒരു ട്രീറ്റ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അതിന് ഡോഹിയും സെക്രട്ടറി ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ അന്ന് രാത്രി ഒരുമിച്ച് ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം ഡോഹിയും കുറെ ഫിറ്റ് ആകുമ്പോഴാണ് ഇത് കണ്ട് സെക്രട്ടറിയും അവളെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. പക്ഷെ അവളും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് സെക്രട്ടറി വീട്ടിലേക്ക് പോകാൻ പറയും. ഇത് കണ്ട് അവന് ചെറുതായിട്ട് ഫീൽ ആയിരിക്കും ഡോഹി സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോഴാണ് അതേസമയം ഇവളിങ്ങനെ പോകുന്നത് പുറയുന്ന ജിയോങ് കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അവൾക്കൊന്നും സംഭവിക്കാതെ അവൻ എപ്പോഴും പുറകെ തന്നെ കാണും.
അങ്ങനെ അവളും ഫിറ്റായി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ സെൻസർ ലൈറ്റ് ഒന്നും കത്തത്തില്ല. ഇത് കണ്ട് അവളും ദേഷ്യത്തി, എടാ മണ്ട, ഞാനിവിടെ നടന്നു വന്ന നീയൊക്കെ കത്തണ്ടേ, നാളെ നോക്കിക്കോ നിന്നെ എടുത്ത് കളയാൻ പോവാ എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ സ്ലിപ്പായി തറയിലേക്ക് വീഴും. അങ്ങനെ അതോടെ കാല് മുറിഞ്ഞ് ചോര വരുമ്പോഴാണ് ഇവളതൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ ഇരിക്കുന്ന ഡേഞ്ചറാന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവളും പഴയതുപോലെ ക്ഷീണിച്ച് ബെഡിൽ കിടക്കാൻ മടിച്ച് സോഫയിൽ തന്നെ കിടന്നുറങ്ങും. അപ്പോഴാണ് അവിടേക്ക് വീണ്ടും ജിയോങ് ഒന്ന് ഇതൊക്കെ കാണുന്നത്. അതിനുശേഷം അവനും അവളുടെ കാല് മുറിഞ്ഞിരിക്കുന്നുണ്ട് അവന്റെ പവർ യൂസ് ചെയ്ത് അവൾക്കത് ശരിയായി കൊടുക്കും. അതിനുശേഷം അവൻ അവളെ കെയർ ചെയ്ത് ബെഡിൽ കൊണ്ട് കിടത്തുമ്പോഴാണ് ഇവള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ച് അവളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യും. അതിനുശേഷം ഡോഹി അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവൾക്ക് ഇന്നലത്തെ പോലെ തന്നെ എങ്ങനെ സോഫയിലിരുന്ന് ഇവിടേക്ക് വന്നതിന് പിടികിട്ടത്തില്ല. അതിനുശേഷം അവളും ഇന്നലെ വീഴുന്നേക്ക് ആലോചിച്ച് കാല് നോക്കുമ്പോഴാണ് അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് പോലും കാണത്തില്ല. അതോടെ അവൾക്ക് പിടികിട്ടി ഇവളറിയാത്തന്നെ ജിയോങ് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഈ കാര്യം ഡോഹിയും സെക്രട്ടറിയോട് പറയുമ്പോഴാണ് സെക്രട്ടറി ഇതെല്ലാം കേട്ടിട്ട് ഒരേശ ബ്രേക്കപ്പ് ആയതുകൊണ്ട് അവൻ അടുത്തുള്ള പോലെ തോന്നിയെന്നൊക്കെ പറയും. പക്ഷെ ഡോഹിക്ക് അത് വിശ്വാസമാകുന്നില്ല. ഉറപ്പായിട്ട് അവൻ ഇവളെ ഫോളോ ചെയ്യാന്ന് അവൾ വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി വരെ ഇവളും കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഡോഹി ഇങ്ങനെ പറഞ്ഞത് കേട്ട് അവൾ ജിയോങ്ങിന്റെ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഇവരെ ഒന്ന് അഡ്വൈസ് ചെയ്യും. ഡോഹി, എപ്പോഴെങ്കിലും ഓവർ ടൈം വർക്ക് ചെയ്തോണ്ടിരുന്ന നമ്മളെല്ലാം മറന്നു പോകുന്നില്ല. എനിക്കൊരു കല്യാണം നടന്ന് ഡിവോഴ്സ് ആയി പറഞ്ഞില്ലേ, അതിനുശേഷം എന്റെ കോൺസെൻട്രേഷൻ ഫുള്ളും ഞാൻ വർക്കിലോട്ടാ കൊടുത്തത്. പക്ഷെ എന്നെ കൊണ്ട് ആ വേദന മറക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം എന്നിന് അവരും കുറച്ച് അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇതൊക്കെ ഡോഹി കേൾക്കുമ്പോഴാണ് അവൾക്ക് ചെറുതായിട്ട് സമാനമാകുന്നത്. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവളെ ഓർത്ത് കെയർ ചെയ്ത് സിയോക്ക് ഫോം വിളിക്കുന്നത്. ആ ഡോഹി, നീ ഇപ്പൊ എവിടാ, നമുക്ക് ഡിന്നർ കഴിച്ചാലോ ഏതിന് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും, ഓ ഞാനിപ്പോ വീട്ടില, ഞാനിപ്പോ കിടന്നുറങ്ങിയതേ ഉള്ളു ഏതിന് അവളും ചുമ്മാ കള്ളം പറയുമ്പോഴാണ് ഇതൊക്കെ സിയോക്ക് അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. ആ നീ ഉറങ്ങിയല്ലേ, കുഴപ്പമില്ല, എങ്കിൽ പിന്നെ നമുക്ക് വേറൊരു സംഭവം ഏതിന് അവനും പറഞ്ഞിട്ട് അവളെ വിഷമത്തിൽ നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകും. കാരണം അവൻ അവൾക്ക് കഴിക്കാൻ വേണ്ടി ഡിന്നർ വാങ്ങിച്ചോണ്ടാണ് വന്നത്. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനോ താല്പര്യമായതുകൊണ്ട് ഇവനത് മൈൻഡ് ചെയ്യത്തില്ല. അതിനുശേഷം സെക്രട്ടറി വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് വേണ്ടി കുറെ സമയമായിട്ട് പാർക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. മിഷിൻ ഇങ്ങി വാ, ഞാൻ കുറെ സമയമായിട്ട് വെയിറ്റ് ചെയ്യുക ഏതിനെ പാർക്ക് സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോഴാണ് ഇത് കണ്ട് അവർ ഷോക്കായി, എന്തിനാ ഇത്ര സമയം വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തണുക്കത്തില്ല ഏതിന് ഇവർ ചോദിക്കുമ്പോഴാണ് പാർക്ക് ഇത് ഇട്ടിട്ട്, ഓ എനിക്കൊന്നും തണുക്കുന്നില്ല, എന്തായാലും ഇവിടെ ജോലിയിൽ നിന്ന് എല്ലാവരും പോയി, ഇനി നമുക്ക് സേഫ് ആയിട്ട് ഡേറ്റ് ചെയ്യാം, ആരും കാണത്തില്ല ഏതിനെ പാർക്കും പറയുമ്പോഴാണ് ഇത് കേട്ട് അവരും ടച്ചായി. പാർക്ക്, ഞാനിപ്പോ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് എനിക്കറിയാം ഏതിനെ സെക്രട്ടറി ചോദിക്കുമ്പോഴാണ് പാർക്കും കണ്ടിട്ട് നിന്നെ കണ്ടിട്ട് സന്തോഷത്തിൽ കരയുന്ന പോലെ തോന്നുന്നു ഏതിനെ പാർക്കും പറയുമ്പോഴാണ് അവര് വിഷമിച്ച് പാർക്കിനെ ഹഗ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഡോഹിയും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾ പോകുന്ന വഴി തന്നെ പാട്ട് എന്തെങ്കിലും പ്ലേ ചെയ്യാന്ന് പറഞ്ഞ് ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പോഴാണ് ഇവർ അവസാനമായിട്ട് ക്രിസ്മസിന് പോകാന്ന് വിചാരിച്ച ആ ക്രിസ്മസ് പാട്ടൊക്കെ ഇതിനകത്ത് കേൾക്കും. ഇതോടെ ജിയോങ്ങിനോർത്ത് അവൾ വിഷമിച്ച് നെക്സ്റ്റ് അടിക്കുമ്പം ഇവര് റൊമാൻസ് ചെയ്തപ്പം ഓർമ്മച്ചോളം പറഞ്ഞ ആ പാട്ട് ഓർമ്മ വരും. അങ്ങനെ അതൊക്കെ ഓർത്ത് ഇവൾ അവനെ കുറെ ഫീൽ ചെയ്യും. അതോടെ അവളും വീട്ടിൽ പോവാതെ ജിയോങ്ങിന്റെ വീട്ടിലേക്ക് നേരിട്ട് വരും. അതിനുശേഷം അവളും അവന്റെ റൂം കണ്ടിട്ട് അവനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് അവൾ അവിടെ ഇരിക്കുന്ന ഡീമോ ബുക്ക് ഒക്കെ എടുത്തു നോക്കും. അപ്പോഴാണ് അതിൽ നിന്നൊരു ഫോട്ടോ വരുന്നത്. ഇത് അവൾ എടുത്തു നോക്കുമ്പോഴാണ് അന്ന് ഇവര് കിസ് ചെയ്തപ്പം അന്ന് അവൻ ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചത് ഇവളിപ്പോ കാണും. അതോടെ അവളും വിഷമിച്ച് അപ്പൊ അന്നോട്ടെ അവന് ഇവളോട് സ്നേഹമുള്ള കാര്യമൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പാർക്കും വരുന്നത്. ഇത് കണ്ടിട്ട് അവളും, ആ മിസ്റ്റർ പാർക്ക്, ഞാൻ ജിയോങ്ങിനെ മിസ് ചെയ്ത് അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്ന്, കാരണം അവൻ എപ്പോഴും ഇവിടെയല്ലേ കാണത്തുള്ളൂ, എനിക്ക് വേറെ എവിടെ പോകണമെന്ന് അറിയത്തില്ല ഏതിന് ഇവള് ഫീൽ ചെയ്യുന്നുണ്ട്. പാർക്കിന് നല്ല വിഷമം വരും. അതോടെ അവനും ജിയോങ് അവസാനമായിട്ട് ഡോഹിക്ക് പണ്ട് ഇട്ട് കൊടുത്ത ആ മാല ഇവൻ ഇവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഡോഹി, എനിക്ക് നിന്നോട് എന്താ പറയുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇത് ജിയോങ്ങിന് വിലപ്പെട്ട മാല അവസാനമായിട്ട് അവൻ എനിക്ക് തന്നിട്ട് പോയി, വേണേ അവന്റെ ഓർമ്മയായിട്ട് ഇത് നീ വെച്ചോ, നിനക്കിത് യൂസ് ആവുന്ന തോന്നുന്നു എന്തിനാ പാർക്കും കൊടുത്തോടെ അവളത് വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. അതിനുശേഷം അവളും ആ മാല എടുത്ത് കഴുത്തിയിട്ടിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഇവൾക്ക് ജിയോങ്ങിനെ വന്ന പോലെ ആ പഴയ പാസ്റ്റൊക്കെ ഓർമ്മ വരും. കാരണം ആ മാല ഇവൾക്ക് പണ്ട് ജിയോങ് ഇട്ടതാ, അതുകൊണ്ട് ഇവൾക്കും പഴയ ഓർമ്മയെല്ലാം തിരിച്ചു വരും. പണ്ട് ജിയോങ് ഇവളെ പ്രൊപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കാന്ന് ഉറപ്പന്നയും അവസാനം ആ പരീക്ഷയ്ക്ക് വേണ്ടി പുറത്തേക്ക് പോയപ്പം ഇവള് തെറ്റായ വാക്യം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് ആ നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടെ ഇവളെ വെട്ടിക്കൊന്നതും അങ്ങനെ ഇവളുടെ മരണത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ജിയോങ്ങും അവന്റെ അച്ഛനെ എല്ലാരും കൂടെ കൊന്നതും. അപ്പോഴാണ് ഡോഹിക്ക് മൊത്തത്തിൽ പിടികിട്ടുന്നത് അവൻ സ്നേഹിച്ച പെണ്ണ് വേറെ ആരുമല്ല ഇവളാണെന്ന്. അങ്ങനെ ഇവൾക്ക് വേണ്ടിയ അവസാനം അവന് മരിച്ചുപോയത്. അങ്ങനെ ഇതൊക്കെ ഓർത്ത് അവൾ അടുത്ത ദിവസം ഞെട്ടി എഴുന്നേക്കും. അപ്പൊ സത്യത്തിൽ പാസ്റ്റ് ലൈഫിൽ അവൻ സ്നേഹിച്ച പെണ്ണ് ഇവളാണെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് അവൻ ഇവളെ സ്നേഹിച്ചോണ്ട അവളെന്ന് മരിക്കേണ്ടി വന്നെന്ന് ഇവളോട് തന്നെ ജിയോങ് പറഞ്ഞു കാണും. അതുകൊണ്ട് ഈ തവണ അവൻ ഇവളുടെ കൂടെ നിൽക്കാതെ ബ്രേക്കപ്പ് ആയി പോയത്. അങ്ങനെ ഇതോർത്ത് അവള് വിഷമിച്ച് അപ്പൊ തന്നെ ഇവളുടെ സ്വപ്നത്തിൽ വന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകും. അതേസമയം നമ്മുടെ ജിയോങ്ങും അവൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നത് ഇവര് പാസ്റ്റ് ലൈഫിൽ ജീവിച്ച ആ സ്ഥലത്തേക്കാണ്. അങ്ങനെ അവൻ അവിടെ നിന്നുകൊണ്ട് ഡോഹിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഡോഹിയും അവിടേക്ക് വരാൻ വേണ്ടി കാർ എടുക്കുമ്പോഴാണ് കറക്റ്റ് ബാക്കിൽ ഇരുന്ന ആരോ ഇവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. അങ്ങനെ അതാരാന്ന് നോക്കുമ്പോഴാണ് ഡൊക്യോങ്ങിന്റെ അച്ഛൻ. ഇത് കണ്ട് അവള് മൊത്തം ഷോക്കായി, മിൻ നീ ജീവനോടുണ്ടോ എന്നിന് ഇവള് ഞെട്ടുമ്പോഴാണ് അവനും
ഹോ ഭാഗ്യം, ഞാൻ വിചാരിച്ചു നീ എന്നെ കണ്ടുപിടിക്കത്തില്ലെന്ന്. പക്ഷെ എന്റെ ഫേസ് പൊള്ളിയിട്ടും നീ എന്നെ കണ്ടുപിടിച്ചല്ലേ, എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഇവന് ഡോഹിയെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് വരും. അപ്പഴാണ് സത്യത്തിൽ എന്തോ സംഭവിച്ചെന്ന് കാണിക്കുന്നത്. ഇനി അവന് പോകാൻ നരകൊണ്ടെന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുമ്പോഴാണ് അവൻ വീണത് വെള്ളത്തില്. അതിനുശേഷം അവന് രക്ഷപ്പെട്ട് ഇനി ഈ ഫേസോടെ ജീവിച്ച ഇവൻ ജയിലിലാകേണ്ടി വരും എന്ന് പറഞ്ഞ് ഒരു പുതിയ ജീവിതം തീരുമാനിച്ച് അവന്റെ ഫേസ് തന്നെ കത്തിക്കും. അതുകൊണ്ട് ലോകത്തിന് അവൻ മരിച്ച് ഇതൊരു പുതിയ വ്യക്തിയായിട്ടാണ് അവനിപ്പോ വന്നേക്കുന്നത്. അതിനുശേഷം അവന് ഡോഹിയെ പിടിച്ച് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്തിയെ നിന്റെ രക്ഷകൻ ആ ഡീമൻ, അവനിവിടെ വരാൻ പറ, അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്നെ കൊല്ലണം. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ഡോഹിയും ഇപ്പൊ ജിയോങ് ഇവള് ഒരുമിച്ചല്ലെന്ന് പറയും. ഇത് കേട്ട് അയാളും വിശ്വസിക്കാതെ, ആരോടെ കള്ളം പറയുന്നത്, ഞാനെന്താ പൊട്ടനോ നീ പറയുന്നൊക്കെ വിശ്വസിക്കാൻ, എന്തിയടി അവൻ. എന്നിട്ട് ഇവനും കത്തിയും കൊണ്ട് ഡോഹിയുടെ കാലിൽ കുത്തുമ്പോഴാണ് അവളും വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവൻ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട്, എന്തിയടാ നീ, നിന്റെ വൈഫിനെ ഞാൻ കുത്തി കൊന്നോണ്ടിരിക്കുക, നിനക്കൊന്ന് രക്ഷിക്കണ്ടേ, അല്ലെ ഞാൻ മൊത്തത്തിൽ കൊല്ലട്ടെ. എന്നിട്ട് ഇവന് വീണ്ടും ഡോഹിയെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം ജിയോങ് അവിടേക്ക് വരും. കാരണം ഇവളുടെ കാലിൽ നിന്ന് കുത്തി ചോര തെറിച്ചു വീഴുന്നത് ഇവളുടെ കഴുത്തിൽ നിന്ന് തറയിലേക്ക് വീഴുന്ന ആ മാലയിലേക്കാണ്. അങ്ങനെ അത് ഇവളുടെ ചോര വീഴുന്നതോടെ അവനത് ഫീൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അവനും ഡൊക്യോങ്ങിന്റെ അച്ഛനെ അവന്റെ പവർ യൂസ് ചെയ്ത് കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് ഡോഹി ഇതെല്ലാം കണ്ടിട്ട് അവനെ കൊല്ലണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കും. കാരണം ജിയോങ് അവനെ കൊന്ന പിന്നെ ജിയോങ് കത്തി നശിച്ചു പോകും. കാരണം ഡീമൺസിനൊന്നും മനുഷ്യനെ കൊല്ലാൻ അവകാശമില്ല, അവർക്ക് കോൺട്രാക്ട് ഇട്ടവരെ മാത്രമേ കൊല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതോർത്ത് ഡോഹിയും അവിടുന്ന് കത്തിയെടുത്ത് ഇവളെ കെട്ടിയിട്ടേക്കുന്ന കയറൊക്കെ പൊട്ടിച്ച് അവനെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യും. ജിയോങ് അവനെ വെറുതെ ഇട്ടേക്ക്, അല്ലെങ്കിൽ നീ കത്തി നശിച്ചു പോകും, എനിക്ക് നീ ജീവനോടാണ്, എനിക്കൊന്നും കുഴപ്പമില്ല. എന്നിട്ട് അവള് വിഷമിച്ച് അവനെ സമാധാനപ്പെടുത്തുമ്പോഴാണ് ജിയോങ് വീണ്ടും അവന്റെ കൺട്രോളിലേക്ക് വരുന്നത്. കാരണം ഡോഹിക്ക് അങ്ങനെ ആയപ്പം അവൻ ഫുള്ളും ഡെവിലായിട്ട് തന്നെ മാറി. അതിനുശേഷം ഇവൾ അവനെ സമാധാനപ്പെടുത്തുമ്പോഴാണ് അവനവന്റെ പവർ യൂസ് ചെയ്ത് ഡൊക്യോങ്ങിന്റെ അച്ഛന്റെ മുകളിൽ നിന്ന് ആ കല്ലെടുത്ത് അങ്ങ് മാറ്റും. അതിനുശേഷം ഇവർ രണ്ടുപേരും ഫീൽ ചെയ്ത് ഹഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഡോഹിയും ഇവനെ കണ്ടത് ഇപ്പൊ സന്തോഷമെന്ന് പറഞ്ഞ് അവളും പറഞ്ഞിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് പറയുന്ന ഡൊക്യോങ്ങിന്റെ അച്ഛനും ഒരു തോക്കും എടുത്ത് ജിയോങ്ങിനെ കൊല്ലാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് ഡോഹിയും അവനെ രക്ഷിക്കാൻ വേണ്ടി ഇവള് ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്. അതോടെ ഡോഹിയെ ഷൂട്ട് ചെയ്ത് അവൾ അവിടെ തന്നെ മരിച്ചു പോകും. ഇത് കണ്ട് ജിയോങ് ഷോക്കായി അവൾക്ക് എന്തോ സംഭവിച്ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തതായിട്ട് അവനും ജിയോങ്ങിനെ കൊല്ലാൻ വരുമ്പം ഇവൻ അവന്റെ പവർ യൂസ് ചെയ്ത് അവനെ തന്നെ ഷൂട്ട് ചെയ്യിപ്പിക്കും. അതിനുശേഷം ജിയോങ് വിഷമിച്ച് ഡോഹിക്ക് എന്തോ പറ്റുന്ന നോക്കിക്കൊണ്ടിരിക്കുമ്പം അവൾക്ക് ജീവൻ കാണത്തില്ല. ഇതോടെ അവന് വിഷമിച്ച് പൊട്ടിക്കരയുമ്പോഴാണ് അവനൊരു ഐഡിയ വന്നത്, ഇനി ഡോഹിയെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളു, ഇവന്റെ ജീവൻ അവൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ അതോർത്ത് അവനും പാസ്റ്റ് ലൈഫിനെ പോലെ ഇവള് മരിക്കുന്ന അവ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ തവണ അവൻ മരിക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. അതുകൊണ്ട് അവന്റെ ജീവൻ അവൻ അവൾക്ക് കൊടുത്ത് അവൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവളും തിരിച്ച് ജീവനോട് വന്ന കണ്ട് ഷോക്കായി, ജിയോങ് നീയാണ് എന്നെ രക്ഷിച്ചത്, അപ്പോ അവനെ നീ എന്തോ ചെയ്ത് കൊന്നില്ലല്ലേ. എന്നിട്ട് ഇവളും ചോദിക്കുമ്പോഴാണ് അവന് വിഷമിച്ച് അവളെ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും. ഇല്ല, ഞാൻ എന്നെയാ രക്ഷിച്ചത്. ഏതിന് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ അവൻ കത്തി ഇല്ലാതാകാൻ പോകും. അപ്പോഴാണ് ഇത് മനസ്സിലായി അവളും, ജിയോങ് നീ പോവല്ല്. ഏതിന് അവളും വിഷമിച്ച് കരയാൻ തുടങ്ങുമ്പോ തന്നെ അവനും മൊത്തത്തിൽ കത്തി നശിക്കാൻ പോകും. ഇതൊക്കെ കണ്ട് അവളും ഫീൽ ചെയ്ത് പൊട്ടിക്കരയുമ്പം അവൻ അവസാന നിമിഷം വരെ അവളെ കണ്ടിങ്ങനെ സന്തോഷത്തിരിക്കും. അവസാനം ഡോഹി ജീവനോടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇത് കണ്ട് അവളും കരഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ജിയോങ് മൊത്തത്തിൽ ഇല്ലാതാവും. അതോടെ അവസാനമായിട്ട് ഇവര് കല്യാണം കഴിച്ച റിങ് മാത്രം തറയിലേക്ക് വീഴും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. ഇനി ഒരു എപ്പിസോഡും കൂടെ ഉള്ളു ഫൈനൽ എപ്പിസോഡ്. അതൊന്നെങ്കിൽ രണ്ടായിട്ടിടും അല്ലെങ്കിൽ ഒന്നായിട്ടിടും. സോ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എല്ലാവർക്കും വിഷമമായിട്ടുള്ളൊരു എപ്പിസോഡാ. ഇനി അടുത്ത എപ്പിസോഡ് എന്തൊക്കെ സംഭവിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.